നല്ല വെയില്, നല്ല ചൂട്, നല്ല ദാഹം ഇങ്ങനെയുള്ള സമയങ്ങളിലും സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും ചൂട് അകറ്റാന്, ദാഹം ശമിപ്പിക്കാന് മൊഹബത്ത് കാ സർബത്ത് അതാണ് ഇന്ന് ഇവിടെ ഇപ്പൊ നമ്മൾ അവതരിപ്പിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ ബാക്ക് സ്റ്റോറിക്ക് ഒന്ന് കാണാം. ഒരു ചക്രമത്ത വാങ്ങിക്കാനായിട്ട് 4-5 ദിവസമായി നടക്കുന്നത്. ഇപ്പൊ ചക്രമത്ത എവിടെയും കിട്ടാനിട്ടല്ല, എടവും വലം എനിക്ക് മുൻകറും നെക്കറും പോലെ 2 സെക്യൂരിറ്റിമാരുണ്ട്. ഇവരെ മാനേജ് ചെയ്യാൻ എനിക്കൊരു അസിസ്റ്റന്റിന്റെ ആവശ്യമാണ്. സോ അനിയത്തിനെ കിട്ടി, ഇന്ന് നമ്മൾ വാങ്ങിക്കാൻ വന്നു. ചക്രമത്ത വാങ്ങിക്കാൻ ഒരു ജാതിയോട് കൂടി ഞങ്ങൾ ഫ്രൂട്ട് കടയിലെത്തി. മൂത്തതും തുടുത്തും നോക്കിയെടുത്ത് തൂക്കം നോക്കിയപ്പോൾ വില കൂടുതൽ. സോ അവിടെ തന്നെ വെച്ച് ചെറുത് നോക്കിയിട്ട് ചെലവ് കുറച്ചൊരു സർബത്താണ് നമ്മുടെ. അതിനെ കൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എല്ലാം പിശുക്കി നോക്കി വേണം വാങ്ങിക്കാൻ. അങ്ങനെ കുറഞ്ഞ അളവിൽ കസ്കസ്, ഒരു പാക്കറ്റ് പാല്, നമ്മുടെ തണ്ണിമത്തനുമായിട്ട് നമ്മൾ ഇതാ വീട്ടിലോട്ടുള്ള ഇതിൽപ്പെടാത്തത് ഇതിന്റെ കുട്ടി കൈ പിടിച്ചിട്ടുണ്ട്. അതിനിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. വീടത്തെ ഫ്രിഡ്ജിൽ കയറ്റി ചക്രമത്തിനെ കണ്ടിച്ചത് 2 ദിവസം കഴിഞ്ഞ്. തണുപ്പ് കൂടുന്തോറും ചക്രമത്തക്ക് ഗുണവും മണവും കൂടുമെന്നാണ് ശാസ്ത്രം. 2 ദിവസം ശാസ്ത്രത്തിന് വിട്ടുകൊടുത്ത ചക്രമത്തിന് 3-ാം ദിവസം നമ്മളിപ്പോ പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. കോടീശ്വരി ആവാൻ വേണ്ടി യൂട്യൂബിന് വേണ്ടി വെച്ച സ്കൂപ്പർ വെച്ചിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. യൂട്യൂബിന് അത്ര കോടി കിട്ടി എന്നല്ലേ കോടി കൊണ്ട് കഴിഞ്ഞ തവണ ഞാൻ ഓണക്കോടി എടുത്ത് അത്ര തന്നെ. മലർത്തി ചക്രമത്തിലോട്ട് പാല്, കസ്കസ്, ആവശ്യത്തിന് പഞ്ചസാരയും കൂട്ടി കുത്തി ഇളക്കി അങ്ങോട്ട് എടുക്കുക. മേലാണ് അത്യുത്തമം. പക്ഷെ നമ്മളിവിടെ ചെലവ് കഴിഞ്ഞ രീതിയാണല്ലോ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പഞ്ചസാര തന്നെ ധാരാളമാണ്. കിലോ തണ്ണിമത്തന് 25 രൂപ. 6 കിലോന്റെ തണ്ണിമത്തന് എടുത്തു 150 രൂപ. തണ്ണിമത്തന് പാല് കസ്കസും കൂടെ 70.